ഹായ്, ഇന്ന് ഡേ 15. ഇന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നോമ്പ് തുറ. കൊല്ലത്താണ്. സോ രാവിലെ എണീറ്റ് എല്ലായിടത്തിനൂടെ തൂക്കിയെടുത്ത് കൊല്ലത്തോട്ട് വിട്ടു. പോകുന്ന വഴിയിൽ ഒരു സീൻ കണ്ടു. ഒരു പോലീസ് വുമൺ അവിടെ ഇന്ന് ഒരുത്തരം തൂക്കിക്കൊണ്ട് പോകണം. കാര്യം അറിയാൻ വയ്യ, എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. പോലീസ് വുമൺ സീനായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നേരെ കൊല്ലത്തെത്തിയപ്പോൾ വണ്ടി ചെറുതായിട്ടൊരു പണിയാണ്. കാർബറേറ്ററിൽ വെള്ളമില്ലായിരുന്നു. വണ്ടി നല്ലൊരു ചൂടായിട്ട് ഫുൾ പുകയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങ് എത്തിയോണ്ട് രക്ഷപ്പെട്ട്. കുറച്ച് വധൂരികളെ കാണിച്ചു തരാം. ഇവന്മാരോടെയാണ് ഇന്നത്തെ നോമ്പ് ഉറപ്പ്. എന്തരാവോ എന്തോ ഇന്നത്തെ നോമ്പ് ഉറ ഗോവിന്ദ. ഇവിടെ ഇവരെന്താണ് കാണിക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയില്ല. അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് നമ്മൾ നേരെ കുറച്ച് ഇറച്ചി വാങ്ങാനായിട്ട് പോയി. ഇന്നത്തേക്ക് കുക്കിങ്ങിന് വേണ്ടിയുള്ള നമ്മൾ ഇറച്ചി വാങ്ങാൻ നോമ്പ് തുറക്കാൻ വേണ്ടി 10:30 വിളിച്ചു അശൂലങ്ങളെ. വന്നതപ്പോ ആ ടൈമിൽ അത് മര്യാദയല്ലേ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. എന്താവും എന്തോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ജെക്കെയാണ് ഇവിടെ ചിക്കൻ ക്ലീൻ ചെയ്യുന്നത്. വെളുത്തുള്ളി ഇരിക്കാൻ അറിയാം. സീരിയസ് ആയിട്ട് ഇന്ന് വെളുത്തുള്ളി അരിയുന്നത്. പുതിയൊരു വ്യക്തി വന്നിരിക്കുകയാണ് ഗൈസ്. പുള്ളി വെൽക്കം ചെയ്യാനായിട്ട്. ബാക്കിയുള്ളവർ 10:30 വരാൻ പറഞ്ഞിട്ട് 1:30 എത്തി. ഒരുത്തതാ വരുന്നത് 4:00. എന്ത് ചെയ്യാൻ, പിള്ളേരെയൊക്കെ ഒരു കൃത്യനിഷ്ഠ. ഇത്ര നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊരു ചെയ്യാൻ. പുള്ളി പറയുന്നത് പുതിയ മിനി കൂപ്പറായിട്ടൊക്കെയാണ് വന്നതെന്നാണ്. നമുക്ക് നോക്കാം നമുക്ക് ഏതാണ് മിനി കൂപ്പർ. എല്ലാം കൂടെ നല്ലൊരു ദിവസം കുളമാക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെന്തായാലും നടന്നു കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ മിനി കൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ചിക്കൻ പറഞ്ഞ പുതിയ മിനി ചിക്കൻ. പുതിയ 800 എടുത്തിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഇതാണ് പുതിയ വ്യക്തി. പുതിയ വണ്ടി എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു. എപ്പോ വരാൻ പറഞ്ഞത്? 3 മണിക്കാ. ഞാൻ 4 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാ 3:57 എത്തി. നോമ്പ് തന്നെ. നോമ്പുണ്ടോ താങ്കൾക്ക്? മാങ്ങ എടുത്ത് തിന്നാന്നാ. അറിയാതെ പറ്റിപ്പോയോ കുഴപ്പമില്ല. അങ്ങനെ ക്ലീനിങ് പരിപാടീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബേസ് മസാല എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലയൊക്കെ ഇട്ട് സെറ്റ് ആവാൻ വെച്ചിരുന്ന ചിക്കൻ ഇടുകയാണ്. നമ്മൾ പയ്യെ ഇവിടെ നിന്ന് അതിസാഹസികമായി പപ്പട പൊരിക്കുകയാണ്. അങ്ങനെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് സാധനം സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് കുളമാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുളമാകാതെ എല്ലാം നടന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പ് മുറിച്ചു. ഹെവി ആയിട്ട് ഫുഡ് അടിച്ചു. ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഇന്ന് കാലറീസ് ഒന്നും കാൽക്കുലേറ്റഡ് അല്ല. ഇന്നൊരു ചീറ്റ് ഡേ ആണ്. അപ്പോൾ ഇതിന്റെ ഫുൾ ലെങ്ത് വീഡിയോ യൂട്യൂബിൽ വരുന്നതാണ്. ഓക്കെ, like, share and follow for more.